ഹായ് ഫ്രണ്ട്സ്, എ ഐ ആ വാക്കാണ് ഒരുപക്ഷെ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ വീഡിയോയും എ ഐയെക്കുറിച്ചാണ്. ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എ ഐയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു പ്രമുഖ ഗായിക ഒരു വലിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. ആ പോസ്റ്റിൽ ധാരാളം മിസ്റ്റേക്സ് ഉണ്ട്. എസ്തെറ്റിക്കലായിട്ടും അതേപോലെ ടെക്നിക്കലായിട്ടുമുള്ള മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ടെക്നോളജി നമുക്ക് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യാം. അത് നമ്മളുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇന്ന കാരണങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞ് ഈ കാരണം വ്യക്തമാക്കുമ്പോൾ അതിൽ ടെക്നിക്കൽ അല്ലെങ്കിൽ ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. ഈ ഫാക്ച്വൽ എറേഴ്സ് മാത്രമല്ല ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകം. അതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം, സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് വായി തോന്നുന്ന എന്തിനെക്കുറിച്ചും വിളിച്ചു പറയാൻ പാടില്ല. കാരണം അവർ മുന്നേ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണം. അങ്ങനെ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു കുറവ് ഇതിനകത്തുണ്ട്. അത് മാത്രമല്ല, മാന്യതയുടെ ഒരു കുറവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഓരോ പോയിൻറ്റും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അനലൈസ് ചെയ്യും. ഇതിനകത്ത് ഫസ്റ്റ് ഞാൻ കണ്ട ഫാക്ച്വൽ എറർ എന്ന് പറയുന്നത് എ ഐ മ്യൂസിക് എന്ന് പറയുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ എ ഐ മ്യൂസിക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് എ ഐ എന്ന് ആദ്യം ഒന്ന് പറയാം. എ ഐ ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എ ഐ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, അതായത് നിർമ്മിത ബുദ്ധി. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഒരു കാല് ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു കൈ ഇല്ലാത്ത ഒരാൾക്ക് കൃത്രിമ കാലോ അല്ലെങ്കിൽ കൃത്രിമ കൈയോ നമുക്ക് വയ്ക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഒരു കൃത്രിമ കാല് അല്ലെങ്കിൽ ഒരു കൃത്രിമ കൈ ഒരാൾക്ക് വെച്ച് കൊടുക്കുന്നത്? അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് കുറച്ചുകൂടി സ്മൂത്തറാക്കുന്നതിനും കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കുന്നതിനും അയാളുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു കാല് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു കൈ, ഇതൊന്നും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടൊരു ഓർഗൻ പ്ലേസ് ചെയ്യുന്നത്. 100% നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതൊരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല എന്ന്. ഇതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും, അതായത് ബുദ്ധി. നമുക്ക് ഒരാളുടെ ബുദ്ധി ഒരു 50 മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാനൊരു മെഷർമെൻറ്റിന് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ആരുടെയും ബുദ്ധി 50 മാർക്ക് കൊടുക്കേണ്ടതാണ്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് അയാളുടെ ബുദ്ധി 60 മാർക്കോ 70 മാർക്കോ അല്ലെങ്കിൽ 80 മാർക്കോ ആക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമല്ലേ? അത് നല്ല കാര്യമാണ്. അത് ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് പറയാൻ പറ്റുന്നതാണ്. കാരണം ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കൂടുന്നതനുസരിച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട്സ് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എ ഐ എന്ന് പറയുന്ന കാര്യം മ്യൂസിക്കിൽ മാത്രമല്ലാട്ടുള്ളത്, എ ഐ സർവത്ര മേഖലകളിലുമുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ മിക്കവാറും ആർട്ടിസ്റ്റുകൾ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മ്യൂസിക് പ്ലാറ്റ്ഫോംസിനെയും OTT പ്ലാറ്റ്ഫോംസ് പോലുള്ള കാര്യങ്ങളെ ആണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ആർട്ടിസ്റ്റുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അൽഗോരിതമാണ്. യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്യുന്നു, സ്പോട്ടിഫൈയിൽ ഒരു ഓഡിയോ ഷെയർ ചെയ്യുന്നു, ആപ്പിൾ മ്യൂസിക്കിൽ ഒരു ഓഡിയോ ഷെയർ ചെയ്യുന്നു. ഒരു അൽഗോരിതം ബേസ് ചെയ്തിട്ടാണ് ഈ ട്രാക്ക് അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് എത്രത്തോളം പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്, എത്ര കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യം അൽഗോരിതമാണ്. ഈ അൽഗോരിതം മുഴുവൻ എ ഐ ബേസ് ചെയ്തിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നൊരു കാര്യമാണ്. ഇൻസ്റ്റാഗ്രാം നമ്മൾ ഉപയോഗിക്കുമ്പം, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പം, ഇതൊന്നും അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് മാതിരിയുള്ള സർവീസുകൾ ഉപയോഗിക്കുമ്പം നമ്മൾക്ക് ആവശ്യമുള്ള കണ്ടൻസാണ്, അത്തരം പ്രോഡക്ട്സാണ് കൂടുതലായിട്ട് വരുന്നത്. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? ഇത് ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നതാണോ? അല്ല. ടെക്നോളജി ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അതിൽ ആർക്കും എതിർക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കെല്ലാം അറിയാം, പണ്ട് കാളവണ്ടിയിലാണ് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കാളവണ്ടി മാറി കാറായി, കാറ് മാറി വേറെ പലതുമായി. അപ്പോൾ ഇപ്പോഴും കാളവണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കാളവണ്ടി ഉപയോഗിക്കും, ഒരു കുഴപ്പമില്ല. അതായത് കാർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കാറിൽ കയറി പോകുന്നത് ആരോഗ്യം കുറവുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ കാറിൽ കയറി പോകുന്ന ആൾക്കാർക്ക് ഇന്ന രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ക്വസ്റ്റ്യൻ ചെയ്യും. എ ഐ മ്യൂസിക്കിൽ മാത്രമല്ല, ജനറേറ്റീവ് എ ഐ വന്നതിന് ശേഷമാണ് ഇത്രയും വൈഡറായിട്ട് ആർട്ട്, അതായത്
കല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ AI ഉപയോഗിക്കുന്നത്. ഞാനൊരു വീഡിയോ പ്രൊഫഷണലാണ്. ഞാൻ ഏകദേശം 24 വർഷത്തോളമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ്. ഈ കഴിഞ്ഞ 2-3 വർഷത്തിനടുത്തായിട്ട് റെഗുലറായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ വീഡിയോ പ്രൊഡക്ഷനിലും AI ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വീഡിയോ എഡിറ്റിങ്ങിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 50% എബവ് എഡിറ്റേഴ്സ് ഉപയോഗിക്കുന്നത് AI ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഓരോ ദിവസവും കൂടി വരികയാണ്. AI വീഡിയോ എഡിറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന വീഡിയോ എഡിറ്റേഴ്സൊക്കെ മോശക്കാരാണോ? ഒരിക്കലുമല്ല. ഇപ്പോൾ ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫൈനൽ കട്ട് പ്രോ. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു ടൂളാണ് ഡാവിഞ്ചി റിസോൾവ്, പിക്സൽമേറ്റർ, അഡോബി ഫോട്ടോഷോപ്പ് ഒക്കെ. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ AI ഉണ്ട്. അപ്പോൾ ഈ AI എല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന പല ടാസ്കുകളും അല്ലെങ്കിൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ടൈം എടുത്ത് അച്ചീവ് ചെയ്യുന്ന പല ടാസ്കുകളും ഫാസ്റ്ററും കുറച്ചുകൂടി പ്രിസിഷനും ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു വീഡിയോ പ്രൊഫഷണലിന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എഡിറ്റിംഗ് അല്ലെങ്കിൽ കളർ ഗ്രേഡിങ് അല്ലെങ്കിൽ ഡിസൈനിങ് മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ നാളെ തൊട്ടും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ വിചാരിക്കും. കാരണം ആർട്ടിസ്റ്റുകൾ ടെക്നോളജി ഉപയോഗിക്കുന്നത് വീണ്ടും ആർട്ടിനെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വീണ്ടും ആർട്ടിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, വീണ്ടും ആർട്ട് ഫാസ്റ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. AI എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണെന്ന് നമുക്കറിയാം. ഏത് ടെക്നോളജി വന്നാലും പൊതുവെ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ടല്ലോ, പണ്ട് ട്രാക്ടർ വന്നപ്പോൾ നമ്മൾ പേടിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ പേടിച്ചിട്ടുണ്ട്, ഫോൺ വന്നപ്പോൾ പേടിച്ചിട്ടുണ്ട്, കാർട്ടൂണുകൾ വന്നപ്പോൾ പേടിച്ചിട്ടുണ്ട്, വീഡിയോ ഗെയിമുകൾ വന്നപ്പോൾ പേടിച്ചിട്ടുണ്ട്. തോക്ക് ഒരു ടെക്നോളജിയാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നാളെ തൊട്ട് തോക്ക് നിരോധിക്കണമെന്ന്? ആർക്കും പറയാൻ പറ്റില്ല. കാരണം എന്താണ്? തോക്ക് ഉപയോഗിച്ച് നമ്മളുടെ ലൈഫിന് പ്രൊട്ടക്ഷൻ പല രീതിയിൽ കിട്ടുന്നുണ്ട്. തോക്കിനെ വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അതിനെ വികൃതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും വരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് AI എന്ന് പറയുന്നത് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ആക്ച്വലി AI എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഒരു കാര്യമല്ല. 1950കളിൽ ഇതിൻ്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോസസ്സ് ഇപ്പോൾ വളരെ വികസിതമായിട്ടുള്ള രീതിയിൽ ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ, ഓരോ ദിവസവും ഔട്ട്പുട്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ, ഓരോ ദിവസവും മനുഷ്യനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ടെക്നോളജിയുടെ നേരെ പുറംതിരിഞ്ഞ് നിൽക്കാൻ സാധിക്കുന്നത്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2-3 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഗൂഗിളിൻ്റെ AIയുടെ പുതിയ അപ്ഡേഷൻസ് പ്രസൻറ്റ് ചെയ്യും. അതിൻ്റെ CEO സുന്ദർ പിച്ചെ ഫസ്റ്റ് ആ പ്രോഗ്രാമിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം അതായത് 2025 ഗൂഗിൾ AI മാത്രം എത്രത്തോളം നാച്ചുറൽ കലാമിറ്റീസാണ് പ്രിവെൻറ്റ് ചെയ്തത്, എത്രത്തോളം $1 മില്യൺ ലാഭമാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ നേരെ പുറംതിരിഞ്ഞ് നിൽക്കാൻ പറ്റുക? ഇനി AI മ്യൂസിക് കട്ട് ആൻഡ് പേസ്റ്റ് ആണെന്നുള്ളതാണ് ഇതിനകത്തെ ഫസ്റ്റ് കാര്യം. AI മ്യൂസിക്, അതുപോലെ തന്നെ AI വീഡിയോ ആണെങ്കിലും AI ഡിസൈനിങ് ആണെങ്കിലും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. വർഷങ്ങളായി ലക്ഷക്കണക്കിന് ഡേറ്റ, അതായത് മനുഷ്യർ തന്നെ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ലക്ഷക്കണക്കിന് ഡേറ്റ ഇതിൽ ഫീഡ് ചെയ്യുകയും ഇതിൻ്റെ പാറ്റേൺസ് മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു യൂസറിന് വേണ്ട രീതിയിൽ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് AI. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു AI ജനറേഷനും ഒരാൾക്ക് ഉപയോഗിക്കേണ്ട രീതിയിൽ നടക്കില്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും ആദ്യത്തെ വലിയ ആന മണ്ടത്തരം എന്നുള്ളത്. ഇനി രണ്ടാമത് ഈ പോസ്റ്റിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് AI മ്യൂസിക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഈ AI മ്യൂസിക്കായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് AI മ്യൂസിക്കിൽ മാത്രമല്ല ഉള്ളത്, AI വീഡിയോയിലുണ്ട്, AI ഡിസൈനിങ്ങിലുണ്ട്, AI എല്ലാ തരത്തിലുള്ള ആർട്ടിലുമുണ്ട്. അപ്പം AI എല്ലാ തരത്തിലുള്ള ആർട്ടിലുള്ളതിൽ നിങ്ങൾ കോമൺ ആയിട്ട് പറയേണ്ടി വരും, ഒരു AI ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിനെയും ഞങ്ങൾ കുറച്ച് പേര് ഇതിനെ ആർട്ടായിട്ട് അംഗീകരിക്കില്ല എന്നുള്ളത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ചോദിക്കാനുള്ളത്, ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എവിടെയാണ് ഉണ്ടാവുന്നത്? ഒരു കലാകാരൻ്റെ ബുദ്ധിയിലല്ലേ ഉണ്ടാകുന്നത്? ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇൻ്റലിജൻസിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ കല? ഒരു പിയാനിസ്റ്റ് പിയാനോ വായിക്കുമ്പം പിയാനോയിൽ ആ കല ഉണ്ടാകുന്നത് ആരാണ്? ആ വായിക്കുന്ന പ്ലെയറാണ് ഉണ്ടാക്കുന്നത്. ആ പിയാനോയുടെ ബ്രാൻഡ് അനുസരിച്ചാണോ കല വന്നുകൊണ്ടിരിക്കുന്നത്? അതല്ലെങ്കിൽ ഒരു ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പം ഫോട്ടോഷോപ്പാണോ ഡിസൈൻ ഉണ്ടാക്കുന്നത്?
ആ ആർട്ടിസ്റ്റിൻ്റെ തലയിൽ അല്ലെങ്കിൽ അയാളുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ അയാളുടെ മൈൻഡിലുണ്ടാകുന്ന കാര്യമല്ലേ. AI ഉപയോഗിച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്താലും ഉപയോഗിച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്താലും ഈ മ്യൂസിക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ AI ഉപയോഗിച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ AI ഉപയോഗിച്ചിട്ട് ഡിസൈനിങ് ചെയ്തിട്ടുള്ള ആളാണ്. ഈ ഡിസൈൻ മുഴുവൻ എൻ്റെ ഐഡിയയിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് AI. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ടൂളിനെ വച്ചിട്ട് നിങ്ങൾ എൻ്റെ ആർട്ട് ഫോമിനെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ടൂൾസ് എന്ത് വേണേലും ആകാം. കാളവണ്ടി ഒരു ടൂളാണ്, കാർ ഒരു ടൂളാണ്, ഫ്ലൈറ്റ് അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ മറ്റൊരു ടൂളാണ്. ഞാൻ കാളവണ്ടിയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ എന്ന് ടെക്നോളജി ഇഷ്ടമില്ലാത്ത ഒരാൾ പറഞ്ഞാൽ അയാൾ എങ്ങനെ US പോകും? ഞാൻ ടെക്നോളജിയെ പുറംകാലം കൊണ്ട് ചവിട്ടുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഉപയോഗിക്കുന്ന ഏത് ടെക്നോളജി നമ്മൾക്ക് ആർക്കെങ്കിലും, അത് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല ആർക്കും ഉപയോഗിക്കാൻ പറ്റും. വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് DAW അഥവാ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻസ്. ലോജിക് പ്രോ, ഗാരേജ് ബാൻഡ്, ഫ്രൂട്ടി ലൂപ്സ്, ക്യൂബേസ് മാതിരിയുള്ള ധാരാളം സൗണ്ട് ആപ്ലിക്കേഷൻസ് ധാരാളം ആളുകൾ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇതുമായിട്ട് ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഒരു കോൾ വന്നിരുന്നു. ഈ കോൾ വന്നിരുന്നത് ഒരു മ്യൂസിഷ്യൻ്റെ അടുത്തു നിന്നാണ്. ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു മ്യൂസിഷ്യനാണ്. ഇദ്ദേഹം കുറച്ച് കാലം മുമ്പ് ദുബായിലായിരുന്നു. അതിനുശേഷം അവിടെ വേറൊരു ജോലിയിലായിരുന്നു. ആ ജോലിയൊക്കെ നിർത്തി ഇദ്ദേഹം നാട്ടിൽ വന്ന് മ്യൂസിക് പ്രൊഡക്ഷൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ എടുത്തതിന് ശേഷം മ്യൂസിക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ വ്യക്തി ഒരു സിംഗറല്ല, ഈ വ്യക്തി ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ അറിയുന്ന ആളല്ല. ഫ്രൂട്ടി ലൂപ്സ് എന്നുള്ള പ്രോഗ്രാം ഉപയോഗിച്ച് മനോഹരമായിട്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ സ്പോട്ടിഫൈ സ്ട്രീംസൊക്കെ ഞാൻ ചിലത് പോയി ചെക്ക് ചെയ്ത് നോക്കി. പലതും 35-40 ലക്ഷം സ്ട്രീംസ് ഉണ്ട്. മലയാളം ട്രാക്കുകളാണ് ഞാൻ പറയുന്നത്. ഈ മ്യൂസിഷ്യനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഓർഗാനിക് ആയിട്ടുള്ളൊരു മ്യൂസിക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൽ പ്ലേ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ 35-40 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം വ്യൂവോ അല്ലെങ്കിൽ ലിസണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ചെയ്തിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന് ഫോർമലായിട്ടുള്ള ഒരു മ്യൂസിക് ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സിംഗർ അല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക് അല്ലാണ്ടായി മാറും? ഒരിക്കലുമില്ല. ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ പിറ്റേ ദിവസം ഇദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ചേട്ടാ 2 ദിവസം മുമ്പ് ഞാൻ ഈ സിംഗറിൻ്റെ പോസ്റ്റ് കണ്ടിരുന്നു. സത്യത്തിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ പാനിക്കായിപ്പോയി. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നാളെ ഒരു മ്യൂസിഷ്യനെ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുമ്പം ഇതേ രീതിയിലുള്ള ഒരു റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ആണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡ് പോയിൻ്റ് പറയാനുള്ളത്. മാന്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും അവരുടെ ഒപ്പീനിയൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ ഒപ്പീനിയൻ പറയുമ്പം നിങ്ങൾ എത്രത്തോളം ആൾക്കാരെ വേദനിപ്പിക്കുന്നുണ്ട്, വിഷമത്തിലാക്കുന്നുണ്ട്, കൺഫ്യൂഷനിലാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെയും പല ആൾക്കാരും കോൺടാക്റ്റ് ചെയ്യാറുണ്ട് പല പ്രോജക്ട്സും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നോട് ചോദിച്ച എല്ലാ ആൾക്കാരുടെയും കൂടെയൊന്നും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചില സമയത്ത് ചില പ്രോജക്ട്സ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അത് പല കാരണങ്ങളുണ്ടാവും. ഒരുപക്ഷെ തിരക്കുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ ഈ പ്രോജക്റ്റ് വരുമോ എന്ന് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തു എന്നിരിക്കില്ല. ബഹുഭൂരിപക്ഷം ആർട്ടിസ്റ്റുകളെയും ഇതുപോലെ മറ്റുള്ള ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവും, അവർ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ചോദിക്കുമ്പം അവരെ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നല്ല വാക്ക് പറഞ്ഞ് അവോയ്ഡ് ചെയ്യും. ഇനി നമ്മൾ നല്ല വാക്ക് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ കാര്യം വേണമെങ്കിൽ അവരോട് നേരിട്ട് പറയാം. അതിന് പകരം അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ലുക്ക് ഇതാണ് എൻ്റെ ശക്തി എന്ന് കാണിക്കുന്ന രീതിയിൽ കാണിക്കുന്നത് വളരെ മോശമാണ്. ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്നെ പല ആളുകളും കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? എൻ്റെ വോയിസ് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാർ ഒരു സിംഗറിനെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കോൺടാക്റ്റ് ചെയ്ത പല ആൾക്കാർക്കും ഈ സിംഗറിൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ആ ആർട്ടിൽ ഇവരുടെ വോയിസ് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഇഷ്ടം കൊണ്ടല്ലേ? അപ്പോൾ ആ ആർട്ടിസ്റ്റിനോടുള്ള ഇഷ്ടവും ആ ആർട്ടിസ്റ്റിൻ്റെ ടാലൻറ്റിനോടുള്ള ഇഷ്ടവും ബഹുമാനവും കൊണ്ടാണ് അവർ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കോൺടാക്റ്റ് ചെയ്യുന്നതിന് റിജക്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നാളെ ചിലപ്പോൾ ഞാനും റിജക്റ്റ് ചെയ്യുമായിരിക്കും, എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ. പക്ഷേ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അത് വലിയ വമ്പത്തരമായിട്ട് കാണിക്കുന്നത് അല്പത്തരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ.
ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ട്രെയിൻഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസിനെ മാത്രമേ ഞാൻ മ്യൂസിഷ്യൻസായിട്ട് അംഗീകരിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് പറഞ്ഞു. അതായത് വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് വന്നിട്ടുള്ള മ്യൂസിഷ്യൻസിനെ മാത്രമേ മ്യൂസിഷ്യൻസായിട്ട് അംഗീകരിക്കാൻ എന്നെപ്പോലുള്ള ആളുകൾക്ക് പറ്റുള്ളൂ. ഇവിടെ തന്നെയാണ് എനിക്ക് നേരത്തെ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് ചോദിക്കാനുള്ളത്. ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻസ്, DAWs, ലോജിക് പ്രോ, ഗാരേജ് ബാൻഡ് മാതിരിയുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് പോലും പ്ലേ ചെയ്യാൻ അറിയത്തില്ലാത്ത എത്രയോ മ്യൂസിഷ്യൻസ് ഈ നാട്ടിലുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇത് വെച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക് നാട്ടുകാർക്ക് ഇഷ്ടമാണോ, ഓഡിയൻസിന് ഇഷ്ടമാണോ, ഇവർ അംഗീകരിക്കപ്പെടുന്ന ആൾക്കാരാണോ എന്ന് അറിയണമെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കണ്ടൻറ്റിൻ്റെ വ്യൂ കൗണ്ട്സും അവരുടെ അപ്രീസിയേഷനും മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് കുറച്ച് പേരുകൾ ഇവിടെ പറയണമെന്ന് തോന്നി. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് ഹാൻസ് സിമ്മർ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിഷ്യൻസിൽ ഒരാളാണ് ഹാൻസ് സിമ്മർ, ഒരു സംശയവുമില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം, ഇദ്ദേഹം ഫോർമൽ മ്യൂസിക് ട്രെയിനിങ് നിരസിച്ചിട്ടുള്ള ഒരാളാണ്. യാനി, നമ്മൾ കേട്ടിട്ടുള്ള വലിയ പേരുകളുള്ള ഒരാളാണ്. അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന മ്യൂസിക്കിൽ വേണമെങ്കിൽ നമുക്ക് ചക്രവർത്തി എന്നോ അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ ഗെയിം എന്ന് പറയാവുന്ന ഒരാളാണ് യാനി. ഫോർമൽ മ്യൂസിക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ലാത്ത ഒരാളാണ്. അദ്ദേഹം കമ്പോസ് ചെയ്യുന്നവർ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിലാണ്. ഇന്ത്യയിൽ തന്നെ നമ്മൾ കൊണ്ടാടിയിട്ടുള്ളൊരു മ്യൂസിഷ്യനാണ് കിഷോർ കുമാർ. കിഷോർ കുമാർ എങ്ങനെയാണ് മ്യൂസിക് പഠിച്ചെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഫോർമൽ മ്യൂസിക് ട്രെയിനിങ് ഇല്ല അദ്ദേഹത്തിന്. SP ബാലസുബ്രഹ്മണ്യം, ഫോർമൽ മ്യൂസിക് ട്രെയിനിങ് ഇല്ല. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള മറ്റൊരു പേരാണ് അലൻ വോക്കർ. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സാണ് അലൻ വോക്കർ. ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻസ് മാത്രം ഉപയോഗിച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യങ്സ്റ്റേഴ്സാണ്, പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഫോർമൽ മ്യൂസിക് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് ഇവരെ ആരെയും മ്യൂസിഷ്യൻസായിട്ട് ക്രിയേറ്റ് ചെയ്യില്ല എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും വന്നിട്ട് മൈക്ക് വെച്ച് കെട്ടി പറഞ്ഞാൽ അത് അംഗീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും സൗകര്യപ്പെടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ട് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ ഓഡിയൻസൊക്കെ. എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ഓർമ്മ വന്നൊരു ചെറിയ കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു 4 വയസ്സ് പ്രായമുള്ള ഒരാളിരുന്നിട്ട് ഗാരേജ് ബാൻഡ്, അതേപോലെ തന്നെ ലോജിക് പ്രോ, ഇത് രണ്ടും ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് DAW സോഫ്റ്റ്വെയർസാണ്. നിങ്ങൾക്ക് ഇയാളുടെ പ്രായത്തിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. ഇതെൻ്റെ സ്വന്തം മകനാണ്, അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഈ കൊച്ചു പയ്യൻ ഈ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതിന് അയാൾക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് കൂടി ഞാൻ പറയാം. ഇയാൾ ആകെപ്പാടെ 2-3 ദിവസം ഞാൻ മ്യൂസിക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്നിന്ന് കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതാണ് അയാളുടെ എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് അതേപോലെ എൻ്റെ വർക്ക് സ്റ്റേഷൻ ഉപയോഗിച്ച് ഇയാൾ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണെങ്കിൽ ഞാൻ അന്ന് ഈ ചെറിയ പയ്യനോട് എന്താ പറയേണ്ടത്? അയാളെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന കാണുമ്പം, മോനെ ഒരു സെക്കൻഡ് നിൽക്ക്, നീ ഒരു 15 വർഷം പോയിട്ട് കുളത്തിൽ കഴുത്തിൻ്റെ ഒപ്പം വെള്ളത്തിൽ നിന്നിട്ട് പാട്ട് പാടി പഠിച്ച് ഒരു 10-15 വർഷം ത്യാഗം സഹിച്ചിട്ട് വാ, അത് കഴിഞ്ഞ് നമുക്ക് മ്യൂസിക് ഉണ്ടാക്കാം എന്നാണോ പറയേണ്ടത്? അതെയോ ആയിരക്കണക്കിന് DAWs മാത്രം ഉപയോഗിച്ച് മ്യൂസിക് ഉണ്ടാക്കുന്ന ആൾക്കാരോട് പറയേണ്ടത് എന്താണ്? നിങ്ങൾ പോയിട്ട് ഫോർമലായിട്ട് മ്യൂസിക് പഠിച്ചിട്ട് വാ, പെയിൻ അനുഭവിച്ചിട്ട് വാ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മ്യൂസിക് അല്ലെങ്കിൽ ആർട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി എന്നാണോ? എനിക്കറിയാവുന്ന തലയ്ക്ക് വെളിവുള്ള ഒരാൾക്കും അത് പറയാൻ പറ്റത്തില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അതായത് ഞാൻ ഈ പറയുന്നത് ഒരു 30 മേലെ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരുമാതിരി മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ. ഇദ്ദേഹം ഒരു കീബോർഡിസ്റ്റാണ്, ഇദ്ദേഹം ഒരു പ്രോഗ്രാമറാണ്, ഇദ്ദേഹം ഒരു സൗണ്ട് എൻജിനീയറാണ്, ഇദ്ദേഹം ഒരു മ്യൂസിക് കമ്പോസറാണ്, അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു എൻ്റർപ്രനറാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോയുണ്ട്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞിരുന്നത് പുള്ളി ഒരു പുതിയ സിനിമ ചെയ്യുന്നുണ്ട്. ആ സിനിമ കേരളത്തിൽ തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ, ഒരു AI ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സിനിമയാണ്. ഈ സിനിമയുടെ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അതിൻ്റെ സൗണ്ട് എഫക്ട്സ്, അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്, അതിൻ്റെ സൗണ്ട് മിക്സിങ്, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ AI ആർട്ടല്ല. ആ പെർസ്പെക്റ്റീവിൽ ഇദ്ദേഹം ഈ 30-ൽ കൂടുതൽ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ശരിക്കും ആ AI ഇൻസ്റ്റിറ്റ്യൂട്ടുകാരോട് പറയേണ്ടത് എന്തായിരുന്നു? തിരിച്ച് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ട്
സോറി എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഞാനിത് ചെയ്തു തരാം, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് വാ, നിങ്ങൾ റിയലായിട്ട് ഷൂട്ട് ചെയ്തിട്ട് വാ. അങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അതുപോലുള്ള ഒരാൾ പറയേണ്ടത്? അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. തലയ്ക്ക് വെളിവുള്ള ഒരാളും അങ്ങനെ പറയില്ല. ഈ കുട്ടികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചിലപ്പം ഒരു 20 വയസ്സിനോ അല്ലെങ്കിൽ ഒരു 22 വയസ്സിനോ അല്ലെങ്കിൽ ഒരു 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരിക്കും മിക്കവാറും അവിടെ പഠിക്കുന്ന യങ്സ്റ്റേഴ്സായിട്ടുള്ള വളരെ ചെറിയ കുട്ടികളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ത് സന്തോഷമായിട്ടുണ്ടാവും. കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രൊഫഷണലി വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടുന്നു. ആ പ്രൊഫഷണലി വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ 30 വർഷത്തിന് മേലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അതുമാത്രമല്ല എത്രത്തോളം സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് ആയിരിക്കും അവർക്കുണ്ടാവുക. അപ്പം ഈ സിംഗർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ കോണ്ടെക്സ്റ്റിനെ ഇതിലൊക്കെ വെച്ച് കൂട്ടി വായിക്കേണ്ടതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഉത്തരവാദിത്വം എന്നുള്ളത്. ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ സർവീസസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഗുഡ് എക്സാമ്പിൾസ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഇവർ ഗുഡ് എക്സാമ്പിൾസ് ആവേണ്ടത്? കാരണം ഇവർ ലീഡേഴ്സാണ്, ഇവർ മുന്നേ നടക്കുന്നവരാണ്. നമ്മളെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഏത് നാട്ടിലുള്ള സെലിബ്രിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസ് ആവുന്നത് എങ്ങനെയാണ്? നാട്ടുകാർ അവർക്ക് കൊടുക്കുന്ന അംഗീകാരമാണ്. നാട്ടുകാർ എന്തിനുള്ള അംഗീകാരമാണ് ഇവർക്ക് കൊടുക്കുന്നത്? ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരമാണ് കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് വിചാരിച്ച് എന്തും പോയി പോസ്റ്റ് ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇത് മാറിപ്പോകുന്നുണ്ടോ? ഒരുപക്ഷെ കുട്ടികളും യങ്സ്റ്റേഴ്സോ ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതുപോലുള്ള ആൾക്കാരെ വീണ്ടും വീണ്ടും അപ്രോച്ച് ചെയ്യുന്നതും അവരോട് ഞങ്ങളുടെ ആർട്ടിൻ്റെ ഭാഗമാകുമോ എന്ന് ചോദിക്കുന്നു. വളർന്നു വരുന്ന കലാകാരന്മാരുടെ കൂമ്പ് നശിപ്പിക്കുന്ന രീതിയിലുള്ള ഉത്തരവാദിത്വമില്ലാത്ത ഇത്തരം പ്രവണതകൾ ഭയങ്കര മോശമാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ഒരു സിംഗറാണ് ഇതിനകത്തൊരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്നെ കുറേ ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇതിന് പകരം നമ്മളൊരു ആർട്ടിസ്റ്റിനെ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റിനെ കൺസിഡർ ചെയ്യുക. ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഒരു ആൾ ചെന്നിട്ട് പറയുകയാണ്, ചേട്ടാ എനിക്ക് സിനിമയായിട്ട് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, ഒന്നുമില്ല, പക്ഷെ എനിക്ക് സിനിമ ഉണ്ടാക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനതുകൊണ്ട് AI ഉപയോഗിച്ചിട്ട് ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനത് ചേട്ടനെ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ സാറിനെ കാണിച്ചു തരാം. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ സിനിമയിൽ അഭിനയിക്കാവോ, ഈ സിനിമ ചെയ്യാവോ? ഇയാൾ വാ പൊളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വണ്ടടിക്കുന്ന രീതിയിൽ അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഒരു AI വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ആക്ടറെ അല്ലെങ്കിൽ ഒരു ആക്ട്രസിനെ പോയി കണ്ടിട്ട് ചോദിക്കുവാണ്. ഇനി അല്ലെങ്കിൽ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ പോയി കണ്ടിട്ട് ചോദിക്കുവാണ്, ഇതിനകത്ത് എനിക്കൊന്ന് ഡബ്ബ് ചെയ്ത് തരൂ എന്ന് ചോദിക്കുമ്പം ആ ആർട്ടിൻ്റെ വാല്യൂ ആണ് അവിടെ മെഷർ ചെയ്യേണ്ടത്. അല്ലാണ്ട് അത് എന്ത് ടൂൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് മെഷർ ചെയ്യേണ്ടത് എന്ത് തരത്തിലുള്ള ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള അല്പത്തരം ബാധിച്ച ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഉത്തരവാദിത്വം മുന്നേ നടക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെയുള്ള സാധാരണക്കാർ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ നേരെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. ഇപ്പം മ്യൂസിക്കിൻ്റെ ടെക്നോളജിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ മ്യൂസിക്കിൽ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് മാത്രം വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്നലെ മാത്രം വന്നിട്ടുള്ള കാര്യമല്ല. ലോകമുണ്ടായ അല്ലെങ്കിൽ മ്യൂസിക് ഉണ്ടായ കാലം തൊട്ട് മ്യൂസിക്കിലുള്ള ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം അക്കോസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് മാറി കുറച്ച് നാൾ കഴിഞ്ഞ് ഇലക്ട്രിക് ഇൻസ്ട്രുമെൻറ്റ്സ് വന്നു. അപ്പോൾ ആ സമയത്ത് അക്കോസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാരും പറയുന്നുണ്ടാവും ഈ ഇലക്ട്രിക് ഇൻസ്ട്രുമെൻറ്റ് കൊള്ളില്ല. പക്ഷേ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ കണ്ടത് എന്താണ്? ഓൾമോസ്റ്റ് മുഴുവനും ഇലക്ട്രിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇലക്ട്രിക് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടുതൽ നല്ലതാണെന്നോ അക്കോസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടുതൽ നല്ലതാണെന്നോ അല്ല പറഞ്ഞത്. ഇലക്ട്രിക് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല, അത് ടെക്നോളജിയാണ്. ഇവിടെ മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാരോട് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മ്യൂസിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഏത് മ്യൂസിഷ്യൻ്റെ പേര് പറഞ്ഞാലും അതിൻ്റെ കൂടെ പറയുന്നൊരു പേരാണ് AR റഹ്മാൻ. AR റഹ്മാൻ മ്യൂസിക് ചെയ്ത് തുടങ്ങിയ സമയത്ത് ആണ് ശരിക്കും ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻസ്, കേക്ക് വാക്ക് മാതിരിയുള്ള സോഫ്റ്റ്വെയർസൊക്കെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതുപയോഗിച്ചാണ് അദ്ദേഹം ട്രാക്കുകൾ ഇനിഷ്യലി കൊണ്ടുവന്ന് തുടങ്ങിയത്. അപ്പോൾ അന്ന് ഓർഗാനിക്കായിട്ടുള്ള പല മ്യൂസീഷ്യൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഇലക്ട്രോണിക് മ്യൂസിക് കൊണ്ടുവന്നു അല്ലെങ്കിൽ സാമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള മ്യൂസിക് കൊണ്ടുവന്നു, ഇത് ഓർഗാനിക്കായിട്ടുള്ള മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് നശിപ്പിക്കുമെന്ന്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? ലോകം മുഴുവൻ ഒരു ഗംഭീര മ്യൂസിഷ്യനായിട്ട് അദ്ദേഹം അംഗീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ സിംഗർ പറഞ്ഞ ഇതേ കോണ്ടെക്സ്റ്റിനെ കുറച്ച് കാലം മുമ്പാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? AR റഹ്മാൻ ചെയ്തതും ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ? കാരണം
എല്ലാ ആൾക്കാരും സ്റ്റുഡിയോയിൽ പോയിട്ട് ലൈവായിട്ട് നിരന്നിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, റിയൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം റിയൽ അല്ലാത്ത ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ തന്നെ വേറെ ടൊണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല പരീക്ഷണങ്ങളും നടത്തി നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ എത്ര ആയിരക്കണക്കിന് ട്രാക്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സിംഗർ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലിട്ടിട്ടുള്ള പേഴ്സ്പെക്റ്റീവിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ടെക്നോളജി മോശമാണെന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ഇവരെ പോലുള്ള ആൾക്കാരും ടെക്നോളജി ഉപയോഗിക്കുന്നില്ലേ? ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇവരൊക്കെ കാലാകാലങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ ടെക്നോളജി ഉപയോഗിക്കുന്നതാണ്. മെലഡൈൻ എന്ന് പറഞ്ഞൊരു വാക്ക്, അല്ലെങ്കിൽ ഓട്ടോ ട്യൂൺ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. 100% മ്യൂസിക് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സിംഗർ പാടുമ്പം അവർ പാടുന്ന പിച്ച് ചില സ്ഥലങ്ങളിൽ ചില നോട്ട്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ വിച്ച് മീൻസ് പാടുമ്പം വന്നിട്ടുള്ള തെറ്റിനെ കറക്റ്റ് ചെയ്യുന്ന കാര്യമാണ് മെലഡൈൻ. എൻ്റെ അറിവിൽ ഇന്ന് റിലീസ് ചെയ്യുന്ന 100% ട്രാക്സും മെലഡൈൻ ചെയ്തിട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വലിയ സിംഗേഴ്സ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവരാരെങ്കിലും മോശക്കാരാണ്? ഒരിക്കലും അല്ല. ഞാനിപ്പോൾ മെലഡൈൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു ടെക്നോളജി മാത്രമല്ല, ധാരാളം AI ടെക്നോളജീസും അല്ലാത്ത ടെക്നോളജീസും മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ട ആൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളിടത്തോളം ടെക്നോളജി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ടെക്നോളജി ഒന്നും എനിക്ക് ഫ്ലെക്സിബിൾ അല്ല, എനിക്ക് വഴങ്ങുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാനും അത് ഉപയോഗിക്കേണ്ട. മറ്റുള്ള ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു പേടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇടുകയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചാൽ, സോറി, ഇതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി, ഇതിൻ്റെയൊക്കെ റിയാലിറ്റീസിനെ കുറിച്ച് പറയാൻ വേണ്ടി, ഇതിനെയൊക്കെ ഡിസ്കഷൻ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ധാരാളം ആളുകളുണ്ടാവും. ഞാൻ ടെക്നോളജിയെ എപ്പോഴും ബ്രാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. ടെക്നോളജിയുടെ ഒരു അഡ്വക്കേറ്റായിട്ട് എപ്പോഴും വർക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. ബട്ട് ദാറ്റ് ഡസൻ മീൻസ് നാളെ ഞാൻ ടെക്നോളജിയെക്കുറിച്ച് ഒരു മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല. ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത്തരം റെവല്യൂഷൻസിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആർട്ടും ആർട്ടിസ്റ്റുകളും തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ട മറ്റൊരു കാര്യമാണ് AI മ്യൂസിക്കിനെ ബോസ് ആക്കും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു ടെക്നോളജിയും ഒരു ആർട്ട് ഫോമിനെയും ഇന്ന് വരെ വേഴ്സൺ ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, പുതിയ ടെക്നോളജി വരുന്നത് എപ്പോഴും ഡിമാൻഡ് കൂടുമ്പോഴാണ്. അത് ഏത് ടെക്നോളജി ആയിക്കോട്ടെ. ട്രാക്ടർ വന്നപ്പോഴും കമ്പ്യൂട്ടർ വന്നപ്പോഴും മൊബൈൽ ഫോൺ വന്നപ്പോഴും ഒക്കെ വളരെ നന്നായിട്ട് കരഞ്ഞിട്ടുള്ള ഒരു നാടാണ് നമ്മൾ. പക്ഷേ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പം ഈ കരഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് വന്ന് കൈയടിക്കും. എന്നിട്ട് പറയും, ആഹാ, നിങ്ങൾ കണ്ടില്ലേ, പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് AI മ്യൂസിക്കിനെ വേഴ്സ് ആക്കുന്നത്. ഞാനൊരു ട്രെയിനർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാനുമുള്ള ചാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻസ് ഉണ്ടാകുന്ന ഒരു നാടാണ് കേരളം. ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻസ് മ്യൂസിഷ്യൻസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽക്കം ചെയ്യുന്നതുകൊണ്ട് തന്നെയാണല്ലോ. ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ വെൽക്കം ചെയ്യുന്നതുകൊണ്ടാണ് പുതിയ മ്യൂസിഷ്യൻസ് ഉണ്ടാകുന്നത്. ഒരു ഫാക്ട് ചെക്ക് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഉണ്ടാകുന്ന പുതിയ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻസ് മുഴുവൻ മ്യൂസിക്കിനെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ 15 വർഷം ഈ പറഞ്ഞ മാതിരി കുളത്തിൽ കഴുത്ത് പൊക്കി വെച്ചിട്ട് പാട്ടുപാടി സാധകം ചെയ്തിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കഷ്ടപ്പാടും പെയിനും അനുഭവിച്ച് വന്നിട്ടുള്ള ആൾക്കാരോ ആണോ? അല്ല. ഇവരെല്ലാവരും പെയിൻ അനുഭവിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അല്ലെങ്കിൽ ഞാൻ പെയിൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന എല്ലാവരും പെയിൻ അനുഭവിക്കണം എന്ന് എന്തിനാണ് പറയണത്? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അത് എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അടുത്ത ജനറേഷന് ആ പെയിൻ ബൈപ്പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ അത് ഭയങ്കര സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനോഭാവമല്ലേ? ഞാൻ പെയിൻ അനുഭവിച്ചാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നീയും പെയിൻ അനുഭവിച്ച് തന്നെ വരിക എന്നുള്ളത്. അപ്പോൾ ഈ യങ് മ്യൂസിഷ്യൻസുമായിട്ടോ അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് പലപ്പോഴും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇവരൊക്കെ ഒരു ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള സ്ട്രഗിളല്ല, വലിയ രീതിയിലുള്ള സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പൈസയാണ്. മോണിറ്ററി സൈഡാണ് ഇവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു പുതിയ മ്യൂസിഷ്യൻ വന്നിട്ട് ഒരു ട്രാക്ക് ഉണ്ടാക്കി, ആ ട്രാക്ക് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഒരു സിംഗർ പാട്ട് പാടി, ഒരു ലിറിസിസ്റ്റ് വന്നിട്ട് ഒരു ലിറിക്സ് എഴുതി, എല്ലാം ചെയ്തു. ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റെക്കോർഡിങ്സിലെ എഞ്ചിനീയർ പറയുകയാണ്, ചേട്ടാ ഇതിൻ്റെ കൂടെ ഒരു ഗിറ്റാറും കൂടി ആഡ് ചെയ്താൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ മോനെ ഇതിൻ്റെ കൂടെ ഒരു ഗിറ്റാറിൻ്റെ ടോണാലിറ്റി ഇതിൻ്റെ കൂടെ വരുന്നത് നല്ലതാണെന്ന് പറയുന്നു. പക്ഷേ ഈ മ്യൂസിഷ്യൻ പറയുന്നു, സോറി, എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ
ഇയാൾക്ക് AI ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ഗിറ്റാറിൻ്റെ ഒരു കാര്യം അത് സാമ്പിൾസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ച് കൊടുക്കുന്നു, ആ ട്രാക്കിനെ കുറച്ചും കൂടി മനോഹരമാക്കി കഴിഞ്ഞാൽ AI മ്യൂസിക്കിനെ വേഴ്സാക്കുവാണോ ചെയ്തത്, അതെയോ വളർന്നു വരുന്ന ഒരു കലാകാരന് ഒരു വലിയ ആശ്വാസം കൊടുത്ത് ഒരുപക്ഷെ ആ ഗിറ്റാർ ലെയറിങ് വന്നതുകൊണ്ടായിരിക്കും ആ മ്യൂസിക്കിന് ഇന്ന് കേട്ടിട്ടുള്ള ഇമ്പാക്റ്റ് വന്നിട്ടുള്ളത്. ഈ ഗിറ്റാർ ലെയറിങ് ചെയ്തതുകൊണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഗിറ്റാറിസ്റ്റുകളുടെ ജോലി പോകുന്നുണ്ടോ? ഇല്ല, ആരുടെയും ജോലി പോകുന്നില്ല. വെറുതെ പേടിപ്പിച്ച് ജോലി ഇല്ലാണ്ട് ആക്കാതിരുന്നാൽ മതി. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഏതോ ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, AI വരുന്നതോടുകൂടി 7 കോടി ആൾക്കാരുടെ ജോലി പോകും. ഈ ന്യൂസ് റീഡർ പറഞ്ഞ അടുത്ത കാര്യം 17 കോടി ആൾക്കാർക്ക് പുതിയ ജോലി കിട്ടും എന്നുള്ളതാണ്. ഈ 7 കോടി ആൾക്കാരിലും അപ്ഗ്രേഡ് ആവാത്ത ആൾക്കാർക്ക് ആർക്കും ഈ 17 കോടി ജോലി കിട്ടില്ല. അപ്പം മനഃപൂർവ്വം ഒരാളിരുന്ന് പറയുവാണ്, ഞാൻ അപ്ഗ്രേഡ് ചെയ്യത്തില്ല പക്ഷേ എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി മാത്രമേ വരുള്ളൂ. അവർക്കൊരിക്കലും പുതിയ ജോലി കിട്ടുകയോ പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടുകയോ പുതിയ രീതിയിൽ മുന്നോട്ട് പോകാനോ പറ്റില്ല. അതിന് കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് ഒച്ചയും ബഹളവും വച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതിന് അപ്ഗ്രേഡ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കാളവണ്ടിയാണെങ്കിൽ നിങ്ങൾ കാളവണ്ടി തന്നെ ഓടിക്കുക, കാളവണ്ടിയെ ബ്രാൻഡ് ചെയ്യുക. പക്ഷേ ഈ കാളവണ്ടിക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അത്ര ചങ്കൂറ്റവും ധൈര്യം ഉണ്ടെങ്കിൽ പണ്ട് എങ്ങനെയാണ് സ്റ്റുഡിയോയിൽ മ്യൂസിക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്? എല്ലാ മ്യൂസിഷ്യൻസിനെയും ലൈവ് ആൻഡ് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് നിർത്തി ഒരുമിച്ച് എല്ലാവരുടെയും പെർഫെക്ഷനിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നാളെ തൊട്ട് ടെക്നോളജി ഞങ്ങൾ ഉപയോഗിക്കില്ല, ടെക്നോളജി ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ ഓർഗാനിക് മ്യൂസിഷ്യൻസാണ്, ഞങ്ങൾ ഓർഗാനിക്കായിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് പറയേണ്ടത്. അല്ലാതെ എനിക്ക് ഇത്രയും ടെക്നോളജി ഇഷ്ടമാണ്, ഞാൻ ഇതുവരെയുള്ള ടെക്നോളജി ഉപയോഗിച്ചു, എനിക്ക് ഇത്രയും ടെക്നോളജി വേണം, എനിക്ക് ഇത്രയും ടെക്നോളജി വേണ്ടതുകൊണ്ട് നിങ്ങൾക്കും ഇത്രയും ടെക്നോളജി മതി, ബാക്കിയുള്ള ടെക്നോളജിയെ ഞങ്ങളും ചേർന്ന് പേടിപ്പിക്കും എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടക്കില്ല. അതെല്ലാം ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിൽ എറിയുന്ന കാര്യമായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. താങ്ക് യു.